ഹായ് ഗെയ്സ്, എല്ലാവരും ആഹാരമൊക്കെ കഴിച്ചോ? എല്ലാവരും സുഖമായിരിക്കുന്നു, സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സുഖമായിരിക്കട്ടെ, സന്തോഷമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അപ്പോഴും നമുക്ക് ഇന്നത്തെ ചിന്തയിലേക്ക് കടക്കാം. ഇന്നത്തെ ചിന്താ വിഷയത്തിലേക്ക് കടക്കാം. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ജീവിതത്തിൽ ഒറ്റപ്പെടലുകൾ നേരിടുന്ന മനുഷ്യരെക്കുറിച്ചാണ്. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ മനുഷ്യരെക്കുറിച്ചാണ്. ഇപ്പം നമുക്ക് വ്യക്തിപരമായിട്ട് അറിയാമായിരിക്കും കുറേയേറെ മനുഷ്യരെ, അല്ലേ, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ മനുഷ്യരെ. അപ്പോൾ പലർക്കും പല അഭിപ്രായമായിരിക്കും ഈ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ മനുഷ്യരെക്കുറിച്ച്. അപ്പം ആ വ്യക്തിക്ക് മാത്രമേ അറിയൂ താൻ എന്തുകൊണ്ടാണ് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയത്, ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെയാണ് താൻ കടന്നു പോയത്, താൻ ഒറ്റപ്പെടാനുള്ള കാരണം എന്താണ് എന്നതൊക്കെ അത് അനുഭവിച്ച വ്യക്തിക്ക് മാത്രമേ അറിയാൻ പറ്റൂ, അല്ലേ? അല്ലാതെ പുറത്തു നിന്നുള്ള ഒരാൾക്ക് അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ പറ്റുകയില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത്, ഇപ്പം ഒരു വ്യക്തി ഒറ്റയ്ക്കായാൽ, ഇല്ലേ, ആരും താങ്ങായി തണലായി ഇല്ലാതെ ഒറ്റയ്ക്കായാൽ ആ വ്യക്തിയുടെ തന്നിഷ്ടത്തോടെയുള്ള ജീവിതം കൊണ്ടാണ് ആ വ്യക്തി ഒറ്റപ്പെട്ടു പോയത് എന്നാണ് മിക്ക ആൾക്കാരും പറഞ്ഞു പരത്തുന്നത്, അല്ലേ? ആ വ്യക്തിയെക്കുറിച്ച് പറഞ്ഞു പരത്തുന്നത് അങ്ങനെയാണ്. ആ വ്യക്തി തന്നിഷ്ടത്തിൽ അല്ലെങ്കിൽ തോന്നിയതുപോലെ ജീവിച്ചത് കൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ ഒറ്റപ്പെട്ടു പോയത് എന്നൊക്കെ പറയുന്നവരാണ് സമൂഹത്തിൽ കൂടുതലും ഉള്ളത്, അല്ലേ? പക്ഷേ ഈ നമ്മൾ കുറ്റം പറയുന്ന വ്യക്തി ഉണ്ടല്ലോ, നമ്മൾ ഏത് വ്യക്തിയിലാണോ കുറ്റം ആരോപിക്കുന്നത് ആ വ്യക്തിയുടെ ജീവചരിത്രം മൊത്തം അറിഞ്ഞിട്ടാണോ ഈ വ്യക്തികൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഒരിക്കലുമല്ല. ആണോ? അല്ല, ഒരിക്കലുമല്ല. അതായത് ഒറ്റപ്പെട്ട് കഴിയുന്ന മനുഷ്യരെ നോക്കി പുറത്തു നിന്നുള്ള ആൾക്കാർക്ക് പല അഭിപ്രായങ്ങളാണ് ഉള്ളത്. പക്ഷേ ഈ ഒറ്റപ്പെട്ട് കഴിയുന്ന ആ മനുഷ്യന്, ആ വ്യക്തിക്ക് മാത്രം അറിയാമായിരിക്കും താൻ ജീവിതത്തിൽ എന്തൊക്കെ സാഹചര്യങ്ങളിലൂടെയാണ് കടന്നുപോയത്, എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഫേസ് ചെയ്തത് എന്നൊക്കെ, അല്ലേ? ഇപ്പം ശത്രുക്കളായ മനുഷ്യരും ചിലപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി ഒറ്റപ്പെട്ടു പോയ മനുഷ്യരെ കാണുമ്പോൾ ആ വ്യക്തിയുടെ ശത്രു, അല്ലേ, ആ ഒറ്റപ്പെട്ട് കഴിയുന്ന വ്യക്തിയുടെ ശത്രു പറയും, അവനെങ്ങനെ ജീവിക്കുന്നത്, അവൻ്റെ തന്നിഷ്ടത്തോടെയുള്ള ജീവിതം കൊണ്ടാണ് അവൻ ഈ ഗതി വന്നത്, ഇങ്ങനെയൊക്കെ സംസാരിക്കും, അല്ലേ? ഇപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ, നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ജീവചരിത്രം, അല്ലേ, ഇത് മൊത്തം അറിയാതെ നമ്മളൊരു വ്യക്തിയെ കുറ്റം ആരോപിക്കുന്നത് ശരിയല്ല, അല്ലേ? ഇപ്പം ആ വ്യക്തിക്ക് ഉണ്ടായ ജീവിതാനുഭവങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഒരു വ്യക്തിയെക്കുറിച്ച് പറയാൻ, അല്ലേ? എന്നാലും നമ്മളങ്ങനെ കുറ്റം ആരോപിക്കുന്നത് കാര്യമല്ല, അത് അവരുടെ വ്യക്തിപരമായ കാര്യം, അല്ലേ? ഇപ്പം ഒരു വ്യക്തി അങ്ങനെ ജീവിക്കുന്നത് ആ വ്യക്തിയുടെ വ്യക്തിപരമായ കാര്യമാണ്, അതിൽ മറ്റുള്ളവർ കയറി ഇടപെടേണ്ട കാര്യമില്ല, അത് വേറെ ഒരു കാര്യം. എങ്കിൽ പോലും നമ്മളിവിടെ പറഞ്ഞു വെക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഒരു വ്യക്തി ഒറ്റപ്പെട്ട് കഴിയുമ്പോൾ ആ വ്യക്തിയുടെ തോന്നിയ പോലെയുള്ള ജീവിതം കൊണ്ടാണ് ആ വ്യക്തിക്ക് ഈ അവസ്ഥ വന്നത് എന്ന് മനുഷ്യർ പറഞ്ഞു നടക്കും, അല്ലേ? അങ്ങനെയാണ്. ഈ പറഞ്ഞു നടക്കുന്ന മനുഷ്യരാണെങ്കിലോ അവരുടെ കൂടെ ചിലപ്പോൾ ഒത്തിരി ആൾക്കാർ കാണുമായിരിക്കും, അല്ലേ? അതായത് അവരെ താങ്ങാനായിട്ട് നിൽക്കുന്ന കുറേ ആൾക്കാർ കാണുമായിരിക്കും. അത് ചിലപ്പോൾ അവരുടെ എന്തെങ്കിലും കണ്ടുകൊണ്ടായിരിക്കാം അങ്ങനെ നിൽക്കുന്നത്, ഇല്ലേ? ചിലപ്പോൾ അവർക്കൊന്നുമില്ലാത്തപ്പോൾ അറിയാമായിരിക്കും അവർക്ക് ഏത് സ്ഥിതിയാണ് വരുന്നത് എന്ന്, അല്ലേ? അതൊന്നും പറയാൻ പറ്റില്ല, അല്ലേ? അതായത് ഇപ്പോൾ ഒരു വ്യക്തി പറയാണ്, ആ വ്യക്തി സൂചിപ്പിക്കുന്ന ഒറ്റപ്പെട്ടു പോയ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നു, അവൻ ഒറ്റപ്പെട്ടു പോയത്, അല്ലെങ്കിൽ ആ വ്യക്തി ഒറ്റപ്പെട്ടു പോയത് തോന്നിയതുപോലെയുള്ള ജീവിതം കൊണ്ടാണ്, തന്നിഷ്ടം പോലെയുള്ള ജീവിതം കൊണ്ടാണ് അങ്ങനെ ഒറ്റപ്പെട്ടു പോയത് എന്ന് പറയുന്നു. പക്ഷേ ഈ കുറ്റം പറയുന്ന വ്യക്തിക്ക് ചിലപ്പോൾ ആ കുറ്റം പറയുന്ന വ്യക്തിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ചിലപ്പോൾ കുടുംബത്തിലെ ആൾക്കാർ കാണുമായിരിക്കും, അങ്ങനെ കുറേ പേര് കാണുമായിരിക്കും. ഈ കുടുംബത്തിലെ വ്യക്തികൾ എന്ന് പറയുന്നാൽ ഈ വ്യക്തിയിൽ നിന്നും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നേടിയെടുക്കുന്നവരായിരിക്കും. അതുകൊണ്ടായിരിക്കും ഈ വ്യക്തിയുടെ കൂടെ ഇപ്പോൾ, അല്ലേ, കൂടെ നിൽക്കുന്നത്. ഈ വ്യക്തിക്ക് ഒന്നുമില്ലാത്ത ഒരവസ്ഥ വരുമ്പോഴറിയാം ഈ വ്യക്തിയുടെ കൂടെ ആരൊക്കെ ഉണ്ട് ആരൊക്കെ ഇല്ല എന്നുള്ളത്, അല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെയാണ് കാര്യങ്ങൾ, അങ്ങനെയാണ്. ഇപ്പോഴും നമുക്ക് കണ്ണടച്ച് ഒരു വ്യക്തിയെ കുറ്റം പറയാം. അതായത്
പിന്നെ അവൻ ഒറ്റപ്പെട്ടു പോയത് അവൻ്റെ സ്വഭാവദൂഷ്യം കൊണ്ടാണ്, തോന്നിയവാസം കൊണ്ടാണ്, തോന്നിയതുപോലുള്ള ജീവിതം കൊണ്ടാണ് എന്നൊക്കെ പറയുന്നതിന് മുന്നേ നമ്മൾ ആലോചിക്കുക, ആ വ്യക്തിയുടെ ജീവചരിത്രം മൊത്തം നമുക്കറിയാമോ? ആ വ്യക്തിക്കുണ്ടായ ജീവിത അനുഭവങ്ങളെക്കുറിച്ച് നമുക്കറിയാമോ? നമുക്കൊന്നും അറിയില്ല അല്ലേ? നമുക്ക് കുറച്ച് നാളത്തെ പരിചയം കൊണ്ട് നമ്മളൊരു വ്യക്തിയെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കുക, നമ്മളും ഈ ഭൂമിയിൽ ജീവിക്കുകയാണ്, നമുക്കും എന്ത് വേണമെങ്കിലും സംഭവിക്കാം അല്ലേ? ഒന്നിനെക്കുറിച്ച് നമുക്ക് അഹങ്കരിക്കാൻ പറ്റില്ല അല്ലേ? നമുക്ക് എന്തും സംഭവിക്കാം. അങ്ങനെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ചിലപ്പോൾ ഒറ്റപ്പെട്ടു പോയി വ്യക്തിക്ക് ആ വ്യക്തിയുടെ ചിലപ്പോൾ കൂടെ കുറേ ആൾക്കാരുണ്ടായേനെ. ചിലപ്പോൾ ആ വ്യക്തിയുടെ സ്വന്തക്കാർ പറയുന്നതനുസരിച്ച് ജീവിച്ചായിരുന്നെങ്കിൽ ചിലപ്പോൾ ആ വ്യക്തിയുടെ കൂടെ ആൾക്കാർ ഉണ്ടായിരുന്നേനെ. ആ വ്യക്തിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണല്ലോ ആ വ്യക്തി അതെല്ലാം ഉപേക്ഷിച്ച് ഒറ്റപ്പെട്ട ജീവിതം നയിച്ചത് ഇല്ലേ? പിന്നെ മറ്റുള്ളവർക്ക് എന്തിനാണ് ഇത്ര വിഷമം? അതായത് ആ വ്യക്തിയുടെ ആൾക്കാരെക്കുറിച്ച് നല്ലതുപോലെ അറിയാം, ആ വ്യക്തിയുടെ ആൾക്കാരുടെ പെരുമാറ്റത്തെക്കുറിച്ച് അറിയാം. അതുകൊണ്ട് ആ വ്യക്തി വിചാരിക്കുകയാണ് ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ് ഇതിലും ഭേദം അല്ലേ? അപ്പം ഞാൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ ഈ സമൂഹത്തിലുള്ള മറ്റുള്ളവർക്കാണ് ഈ വ്യക്തി ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്നതിനോട് പൊരുത്തക്കേട് ഇല്ലായ്മ തോന്നുന്നത്. അതായത് അവൻ്റെ തോന്നിയാസം കാരണമാണ് അവൻ ഒറ്റപ്പെട്ടു പോയത് എന്ന് പറഞ്ഞ് പരത്തുന്ന കുറേ ആൾക്കാർ ഉണ്ട് അല്ലേ? അപ്പം ഒറ്റപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ വ്യക്തിക്കും എന്തെങ്കിലുമൊക്കെ കൊടുത്ത് ആരെങ്കിലുമൊക്കെ കൂടെ നിർത്താം ഇല്ലേ? അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ ആ വ്യക്തിക്ക് അതിന് താല്പര്യമില്ല അല്ലേ? ആ വ്യക്തിക്ക് അതിന് താല്പര്യമില്ല, എനിക്കാരും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചോളാം എന്ന് തീരുമാനിക്കുന്നിടത്താണ് ആ വ്യക്തി ഒറ്റപ്പെട്ട മനുഷ്യനായി സമൂഹത്തിൻ്റെ മുന്നിൽ മാറുന്നത് ഇല്ലേ? ഇപ്പോഴാ വ്യക്തി ചിലപ്പോൾ ജീവിതത്തിൽ ആരെങ്കിലുമായിട്ട് എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടായിരിക്കാം അല്ലേ? അല്ലെങ്കിലും ആരെങ്കിലും നിന്നും എന്തെങ്കിലുമുള്ള ദുരനുഭവങ്ങൾ ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം എല്ലാം ഉപേക്ഷിച്ച് ആ വ്യക്തി ഒറ്റയ്ക്ക് ജീവിക്കുന്നത് അല്ലേ? അതൊക്കെ ആ വ്യക്തിയുടെ ജീവിത അനുഭവങ്ങൾ വെച്ചാണ് ആ വ്യക്തി ജീവിക്കുന്നത് അല്ലേ? അതിന് നമ്മൾക്ക് ആ വ്യക്തി ഒരു ദോഷവും ചെയ്യുന്നില്ല അല്ലേ? ആ വ്യക്തിയുടെ കാര്യം നോക്കി ഒറ്റപ്പെട്ട് ജീവിക്കുന്നു. ആ വ്യക്തി ആരടുത്തും സഹായത്തിന് പോകുന്നില്ല അല്ലേ? എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ എന്ന് പോലും ആ വ്യക്തി ചോദിക്കുന്നില്ല. എന്നിട്ടും ആ വ്യക്തിയെ തുടരെ ഇങ്ങനെ ആക്രമണം ചെയ്യുന്നു അല്ലേ? ഇപ്പം ചില മനുഷ്യരെ നമുക്ക് കാണാം, ചിലവർ ഒറ്റയ്ക്ക് ജീവിച്ചാൽ പോലും അവരാരെയും ആശ്രയിക്കില്ല അല്ലേ? അങ്ങനെയാണ്, അവർ ആരെയും ആശ്രയിക്കില്ല. അപ്പം അവർക്ക് വയ്യെങ്കിൽ അവർ വീട്ടിൽ തന്നെ കുത്തിയിരിക്കും അല്ലേ? അവർ ആരോടും അത് ഫോണിൽ വിളിച്ച് പറയുകയോ ഒന്നും ചെയ്യില്ല. അങ്ങനെ ചെയ്യുന്ന എത്രയോ മനുഷ്യരുണ്ട് അല്ലേ? എന്നിട്ട് അവർ എങ്ങനെയെങ്കിലുമൊക്കെ അവർ പോയി മരുന്നൊക്കെ മേടിച്ച് കഴിച്ച് അസുഖമൊക്കെ മാറുമ്പോഴും അവർ എനിക്ക് ആരും ഇല്ലല്ലോ എന്നും പറഞ്ഞ് അവർ സ്നേഹം അഭിനയിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുത്തോ ഒന്നും ആരെയും കൂടെ നിർത്താനായിട്ട് ആ വ്യക്തികൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ആ വ്യക്തികൾ ഒറ്റപ്പെട്ടു പോയവരായി ഈ സമൂഹത്തിൽ ജീവിക്കുന്നത്. ആ വ്യക്തികൾക്ക് ഇഷ്ടം എന്നാണ്, ഒറ്റപ്പെട്ട് ജീവിക്കുന്നത് തന്നെയാണ് ആ വ്യക്തികൾക്ക് ഇഷ്ടം. അതായത് ആ വ്യക്തിയുടെ ജീവിതത്തിലെ മുറിവേൽപ്പിച്ച മനുഷ്യരുടെ ഇടയിൽ ഇനിയും തുടർന്ന് ജീവിക്കുന്നതിനേക്കാൾ നല്ലത്, എന്തുകൊണ്ടും നല്ലത് എന്താണ്? ആ ഒറ്റപ്പെട്ട ജീവിതം തന്നെയാണ്. അത് നമ്മൾക്കായാലും അങ്ങനെ തന്നെയാണ്. അതായത് നമ്മുടെ ജീവിതത്തിലെ വിഷമങ്ങൾ ദുരനുഭവങ്ങളൊക്കെ അടിക്കടി ഉണ്ടാകുമ്പോൾ നമ്മൾ ആലോചിക്കണം, നമുക്ക് ആര് വഴിയാണ് ഈ ദുരനുഭവങ്ങൾ ഉണ്ടായത്, ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടായത്, ഈ വിഷമങ്ങൾ ഉണ്ടായത്? ഇതിലും ഭേദം നമ്മൾ ഒറ്റയ്ക്ക് അങ്ങ് ജീവിക്കുന്നതല്ലേ നല്ലത് എന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്താണ് നമ്മൾക്ക് എന്തുണ്ടാകുന്നത്? ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള തൻ്റെ ഇടം, ധൈര്യം ഉണ്ടാകുന്നത് അല്ലേ? അല്ലാതെ ആരും നീ ഒറ്റയ്ക്ക് ജീവിക്കണം എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് മാത്രം ഒരു വ്യക്തി ഒറ്റയ്ക്ക് ജീവിക്കുന്നില്ല. ഒരു വ്യക്തിക്കുണ്ടായ ജീവിത അനുഭവങ്ങൾ വെച്ചാണ് ഒരു വ്യക്തി എന്ത് ചെയ്യുന്നത്? ഒറ്റപ്പെട്ടു പോയ മനുഷ്യനായി ജീവിതത്തിൽ ജീവിക്കുന്നത്. പക്ഷേ അങ്ങനെ ജീവിക്കുന്ന ആ വ്യക്തിക്ക് താൻ ഒറ്റപ്പെട്ട് ജീവിക്കുന്നതിൽ ഒരു വിഷമവുമില്ല. കാരണം തനിക്ക് ദുരനുഭവങ്ങൾ ഉണ്ടാക്കിയ വ്യക്തികളോടൊപ്പം ജീവിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലതാണ് ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് എന്ന ചിന്തയാണ് ആ മനുഷ്യനെ, ആ വ്യക്തിയെ ഒറ്റയ്ക്ക് ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത് അല്ലേ? അങ്ങനെയല്ലേ? അപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഒറ്റപ്പെട്ടു പോയ മനുഷ്യരെ നമ്മൾ ഒരിക്കലും കുറ്റപ്പെടുത്തരുത്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾക്ക് ചിലപ്പോൾ കുറച്ച് നാളത്തെ പരിചയമേ കാണത്തുള്ളായിരിക്കും, നമ്മൾ ചിലപ്പം ജസ്റ്റ് ഇങ്ങനെ കാണുന്നതായിരിക്കാം ഒരു വ്യക്തി ഒറ്റപ്പെട്ട് ജീവിക്കുന്നു. പക്ഷേ ആ വ്യക്തിയുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ, അതിനെക്കുറിച്ചൊന്നും നമുക്ക്
അറിയില്ല അല്ലേ? അതിനെക്കുറിച്ചൊന്നും അറിയാതെ നമ്മൾ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ ചില മനുഷ്യരെക്കുറിച്ച് നമ്മൾ അവൻ്റെ തോന്നിയാസം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവളുടെ തോന്നിയാസം കൊണ്ടായിരിക്കാം അവളിപ്പോൾ ഇങ്ങനെ ജീവിക്കുന്നത് എന്നൊക്കെ അങ്ങ് പറഞ്ഞു പരത്തും അല്ലേ? അത് എളുപ്പമാണ്. പക്ഷേ ആ വ്യക്തി ആരോടും തനിക്കുണ്ടായ അനുഭവങ്ങളെക്കുറിച്ച് പറഞ്ഞ് നടക്കാറില്ല. പക്ഷേ ഏതെങ്കിലും ഒരു വ്യക്തിയോട് പറഞ്ഞിരിക്കും അല്ലേ? തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയോടെങ്കിലും പറഞ്ഞിരിക്കും അല്ലേ? അതായത് ഈ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒറ്റയ്ക്ക് ജീവിക്കുന്നവരുടെ മനുഷ്യരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ആരോടും പരാതി പറഞ്ഞ് ജീവിക്കാറില്ല. അവർ ഒരു പൈസയ്ക്കും ആരെയും ആശ്രയിക്കാറില്ല. അവർ ഒരു ഗ്ലാസ് വെള്ളത്തിന് പോലും അവർ ആരെയും ആശ്രയിക്കാറില്ല അല്ലേ? അവർ ആരോടും പരാതി പറയാതെയാണ് ഒറ്റയ്ക്ക് തന്നെ ജീവിക്കുന്നത്. പക്ഷേ താങ്ങാനായി ഇഷ്ടം പോലെ ആൾക്കാർ ഉള്ളവരാണ് എപ്പോഴും പരാതി പറഞ്ഞും അത് പറഞ്ഞും ഇത് പറഞ്ഞും ഒക്കെ ജീവിക്കുന്നത്. ഒറ്റയ്ക്ക് ജീവിക്കുന്ന മനുഷ്യരെ നമ്മളൊന്ന് ചിന്തിച്ചാൽ അവർ ആരോടും ഒരു പരാതിയും പറയാതെയാണ് ജീവിക്കുന്നത് അല്ലേ? അപ്പം നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കുന്ന മനുഷ്യരെ കാണുമ്പോഴും നമ്മൾ അവരെ പുച്ഛിക്കാതെ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദുരനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ടായിരിക്കാം അവർ അങ്ങനെ ഒറ്റപ്പെട്ടു പോയത് അല്ലേ? അവർക്ക് ദുരനുഭവങ്ങൾ ഉണ്ടാകിയ വ്യക്തികളോടൊപ്പം ജീവിക്കാനുള്ള താല്പര്യം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അവർ ആ വാശിയോടെ തന്നെ അവർ ഒറ്റപ്പെട്ട് ജീവിക്കുന്നത് അല്ലേ? അതാണ് അവർക്കിഷ്ടം, അതാണ് അവരുടെ സന്തോഷം അല്ലേ? അതിപ്പോൾ നമ്മളാണെങ്കിലും അങ്ങനെ ചിന്തിക്കില്ലേ? നമുക്ക് ദുരനുഭവങ്ങൾ ഉണ്ടാക്കുന്ന വ്യക്തികളോടൊപ്പം നിൽക്കാൻ നമ്മൾ ആഗ്രഹിക്കുമോ? അതിലും ഭേദമല്ലേ നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കുന്നത്? നമ്മളാണെങ്കിലും അങ്ങനെയല്ലേ ചെയ്യുന്നത്? അതുപോലെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന മനുഷ്യരെ നമ്മൾ ഒരിക്കലും കുറ്റം പറയരുത്, കുറ്റം ആരോപിക്കരുത്. ആ വ്യക്തിക്കുണ്ടായ ജീവിത അനുഭവങ്ങൾ ആ വ്യക്തിക്കല്ലാതെ മറ്റാർക്കും അതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയാൻ പറ്റില്ല അല്ലേ? അപ്പോഴും ഇപ്പം നമ്മൾ പറയത്തില്ലേ, ഇപ്പം അവൻ ഒറ്റയ്ക്ക് കഴിയുന്നു, അത് അവൻ്റെ മോശ സ്വഭാവം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവൻ്റെ ആൾക്കാരോട് അങ്ങനെ പെരുമാറിയത് കൊണ്ടായിരിക്കാം എന്നൊക്കെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കും അല്ലേ? പക്ഷെ നമ്മൾ അതിനു മുന്നേ ഒരു കാര്യം ആലോചിക്കണം. ആ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദുരനുഭവങ്ങൾ ഉണ്ടായി കാണും അല്ലേ? അതുകൊണ്ടായിരിക്കാം ആ വ്യക്തി അങ്ങനെ ജീവിക്കുന്നത്. ദുരനുഭവങ്ങൾ ഉണ്ടാക്കിയ വ്യക്തികളോടൊപ്പം തുടർന്ന് ജീവിക്കുന്നത് എന്താണ്? വിഡ്ഢിത്തരമാണ് അല്ലേ? അപ്പോൾ ഈ ഒറ്റയ്ക്ക് ജീവിക്കുന്ന വ്യക്തി എന്നത് ഒരു വിഡ്ഢിയായ വ്യക്തിയല്ല എന്ന് നമുക്കതിൽ നിന്നും മനസ്സിലാക്കാം. ഒറ്റയ്ക്ക് ജീവിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന അവർ കാണുന്ന ഒരു പ്രവണത എന്ന് പറഞ്ഞാൽ അവർ ആരോടും പരാതി പറയാറില്ല. അവർ ആരെയും ഒന്നിനും ആശ്രയിക്കാറില്ല അല്ലേ? അവർ തൻ്റെ കാര്യം അവർ തന്നെ നോക്കുന്നു അല്ലേ? ഇപ്പോഴേ ഈ കുറ്റം പറയുന്ന വ്യക്തികൾ അവർക്കാണെങ്കിൽ താങ്ങാനും ഹെൽപ്പ് ചെയ്യാനും എല്ലാം ഒത്തിരി ആൾക്കാർ കാണും അല്ലേ? അവരതുപോലെ താങ്ങിയിട്ടായിരിക്കാം അവരെ അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ കാണുന്നത്. പക്ഷേ ഇവർ എപ്പം വരെ കാണും എന്നൊന്നും ആർക്കും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അങ്ങനെയല്ലേ? അങ്ങനെയാണ്. അതുകൊണ്ട് നമുക്ക് ആരെയും കുറ്റം പറയാതിരിക്കാൻ ശ്രമിക്കാം. ഇപ്പോഴേ നമ്മളിപ്പോൾ ഒരു വ്യക്തിയെ കുറ്റം പറയുമ്പോൾ ആ വ്യക്തി, അതായത് നമ്മൾ ആരിലാണോ കുറ്റം ആരോപിക്കുന്നത് ആ വ്യക്തിക്കുണ്ടായ അനുഭവങ്ങൾ, ജീവിത അനുഭവങ്ങൾ നമ്മളെക്കാട്ടിലും അറിയാവുന്നത് ആ വ്യക്തിക്ക് തന്നെയാണ് അല്ലേ? ആ വ്യക്തിയുടെ ജീവിത അനുഭവങ്ങൾ വെച്ചാണ് ആ വ്യക്തി ഒറ്റയ്ക്ക് ജീവിക്കുന്നത്. തനിക്ക് ദുരനുഭവങ്ങൾ ഉണ്ടാക്കിയ വ്യക്തിയോടൊപ്പം വ്യക്തികളോടൊപ്പം ജീവിക്കാൻ ആ വ്യക്തിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് ആ വ്യക്തി ഒറ്റയ്ക്ക് ജീവിക്കുന്നത് അല്ലേ? അപ്പോൾ അതിനാർക്കാണ് ബുദ്ധിമുട്ട്? ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ലല്ലോ. ഇപ്പം ഈ കുറ്റം ആരോപിക്കുന്ന വ്യക്തികളെ ഈ വ്യക്തി ആശ്രയിക്കുന്നോ? ഇല്ല. പിന്നെ എന്തിനാണ് വെറുതെ ഇങ്ങനെ കഴിയുന്ന മനുഷ്യരെയൊക്കെ കുറ്റം പറയുന്നത്? അപ്പം ഞാൻ ഇന്ന് ആലോചിച്ചപ്പോൾ, ഈ ഒറ്റപ്പെട്ട് കഴിയുന്ന മനുഷ്യരെക്കുറിച്ച് ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ചിന്താഗതിയാണ് ഞാനിവിടെ പറഞ്ഞ് വെച്ചത്. ഇപ്പോഴും നമ്മൾ ഒറ്റപ്പെട്ട് കഴിയുന്ന മനുഷ്യരെ അവർക്ക് നമ്മുടെ സഹായമൊന്നും വേണ്ട. അവർ ഒരിക്കലും നമ്മുടെ സഹായവും ചോദിക്കില്ല. അങ്ങനെയാണ് ഒറ്റപ്പെട്ട് കഴിയുന്ന മനുഷ്യരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതാണ് അല്ലേ? അവർ ഒന്നിനും ആരെയും ആശ്രയിക്കില്ല അല്ലേ? അവർ വിശപ്പാണെങ്കിൽ അവർ വിശപ്പ് തന്നെ ഇരിക്കും, വയ്യാതാണെങ്കിൽ അവർ വയ്യാതെ തന്നെ വീട്ടിലിരിക്കും. അങ്ങനെയാണ് അല്ലേ? അവർ ആലോചിക്കും, എനിക്ക് ഈ അവസ്ഥ വന്നു, എൻ്റെ കൂടെ ഉള്ളവർ അങ്ങനെയായിരുന്നു, അതിലും ഭേദമാണ് ഞാൻ ഈ ഒറ്റയ്ക്ക് ഇങ്ങനെ തന്നെ ഇരിക്കുന്നത് എന്ന് അവർ പറയും. ഇപ്പം ബൈബിളിൽ പറയുന്നത് പോലെ നമ്മൾ ഇപ്പം പിന്നെ അനാഥര്, ആഹാരമില്ലാത്തവർ അല്ലേ,
ഒറ്റപ്പെട്ടു പോയ മനുഷ്യർ അല്ലേ, നമ്മൾ അവർക്കൊക്കെ വേണം എന്ത് നൽകാൻ, സംരക്ഷണം നൽകാൻ അല്ലേ. അല്ലാതെ എല്ലാം ഉള്ളവർക്ക് സംരക്ഷണം നൽകിയിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല അല്ലേ. ഏതെങ്കിലും ഒരു അവസരത്തിൽ അവരെന്തോ ചെയ്യും, നമ്മളെ തള്ളിപ്പറയുക തന്നെ ചെയ്യും, അത് ഉറപ്പാണ്. അതുകൊണ്ട് ആരും അഹങ്കരിക്കേണ്ട അല്ലേ, ആരും അഹങ്കരിക്കേണ്ട അല്ലേ. ഒറ്റപ്പെട്ടു പോയ മനുഷ്യർക്ക് ഒന്നുമില്ലേലും അവർക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള ധൈര്യം, തൻ്റെ ഇടം അതുണ്ട്. ഈ കുറ്റം ആരോപിക്കുന്നവർക്ക് അതുണ്ടോ? അതില്ല. ആ കുറ്റം ആരോപിക്കുന്ന വ്യക്തികൾ എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെയുള്ള ആൾക്കാർ ഒന്നും മിണ്ടാതിരുന്നാൽ പിന്നെയും അവരോട് മിണ്ടാനും വേണ്ടി നടക്കും, അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കും. പക്ഷേ ഈ ഒറ്റപ്പെട്ടു പോയ മനുഷ്യർക്ക് അങ്ങനെയുള്ള ചിന്തകളെ അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്നില്ല അല്ലേ. അപ്പോഴേ നമ്മൾ ഒരു കാര്യം ചെയ്യുക, ഒറ്റപ്പെട്ട് കഴിയുന്ന മനുഷ്യരെ നമ്മൾക്ക് അവരൊരു സഹായവും ചോദിക്കില്ല, അങ്ങനെയാണ് അല്ലേ. പക്ഷേ നമ്മളെന്ത് ചെയ്യുക, നമ്മൾ ഒറ്റപ്പെട്ടു പോയ മനുഷ്യർക്ക് നമ്മളെ കൊണ്ടാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക അല്ലേ. നമ്മളെ കൊണ്ടാകുന്ന ചെറിയ കാര്യങ്ങൾ, അവർ ഒരിക്കലും നമ്മളോട് അത് ചെയ്തു തരണം ഇത് ചെയ്തു തരണം എന്നൊന്നും പറയാറില്ല. ഒറ്റപ്പെട്ടു പോയ മനുഷ്യരുടെ ഒരു പ്രത്യേകത അതാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒറ്റപ്പെട്ടു പോയ മനുഷ്യരുടെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് അവർ ആരെയും ആശ്രയിച്ച് ജീവിക്കാറില്ല. അപ്പോഴേ നമുക്ക് ഒറ്റപ്പെട്ടു പോയ മനുഷ്യർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥനാ വേളകളിൽ ഒറ്റപ്പെട്ടു പോയ മനുഷ്യർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ ഒരു മനസ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അതായത് ഒറ്റപ്പെട്ടു പോയ മനുഷ്യർ അവർ ഈ ജീവിതത്തിൽ ഒറ്റപ്പെടലുകൾ അനുഭവിക്കുന്നത് അവർക്ക് അവരുടെ ജീവിത അനുഭവങ്ങളിൽ നിന്ന്, അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ജീവിത അനുഭവങ്ങളിൽ നിന്നാകാം അവർ ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്നത് തന്നെ അല്ലേ. അപ്പോൾ നമ്മൾ ഒരിക്കലും അവരെ കുറ്റം പറയുന്ന വ്യക്തികൾ ആകാതെ ഇരിക്കുക. പിന്നെ എങ്ങനെയാണ് ചെയ്യേണ്ടത്? നമ്മുടെ പ്രാർത്ഥനകളിൽ ഈ ഒറ്റപ്പെട്ടു പോയ മനുഷ്യരെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക. അതൊരു നല്ല പുണ്യ കർമ്മമാണ്. നമ്മൾ ആഹാരമില്ലാത്തവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്നതിന് തുല്യമാണ് നമ്മുടെ പ്രാർത്ഥനാ വേളകളിൽ ഒറ്റപ്പെട്ടു പോയ മനുഷ്യർക്ക് വേണ്ടി നമ്മൾ കുറച്ച് സമയം അവർക്ക് വേണ്ടി, ഈ ലോകത്തിൻ്റെ നാനാ തുറകളിൽ ഒറ്റപ്പെട്ടു ജീവിക്കുന്ന മനുഷ്യരുണ്ട് അല്ലേ, അവർക്ക് വേണ്ടി കുറച്ച് സമയം നമ്മൾ പ്രാർത്ഥിക്കുന്നത് വളരെ പുണ്യമാണ്. അപ്പോഴേ ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് ഇതായിരുന്നു, അതായത് ജീവിതത്തിൽ ഒറ്റപ്പെട്ട് പോയവർ. അപ്പോൾ ഇന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു ചിന്താഗതിയായിരുന്നു ഇത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചു. ഓക്കെ, ഞാൻ ഇവിടെ നിർത്തുന്നു. ഇനി വീണ്ടും അടുത്ത വീഡിയോയിൽ വരാം. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം നേരുന്നു. ബൈ.